മാസപ്പടി കേസിലെ കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്. കരിമണൽ കച്ചവടത്തിന് നിയമവിരുദ്ധമായ സഹായം ഉറപ്പാക്കാൻ CMRL കമ്പനി വൻതുക ചെലവഴിച്ചെന്ന കേസിൽ അന്വേഷണം നടത്തി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ച കുറ്റപത്രം കോടതി ഫയലിൽ സ്വീകരിച്ചിരുന്നു. ഈ കുറ്റപത്രം ഇഡിക്ക് നൽകാനാണ് കോടതി തീരുമാനം. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി 7 SFIO സമർപ്പിച്ച കുറ്റപത്രമാണ് ഇഡിക്ക് കിട്ടുന്നത്. കുറ്റപത്രം കിട്ടിയതിന് പിന്നാലെ ഇഡി നടപടികളിലേക്ക് കടക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ, വിദേശ നാണയ വിനിമയ ചട്ടലംഘനം എന്നിവ SFIO കണ്ടെത്തിയാലും ഇഡിക്കാണ് ഇത്തരം കേസുകളുടെ പ്രോസിക്യൂഷൻ ചുമതല. കേസിൽ PMLA FEMA കുറ്റങ്ങൾ ചുമത്തുന്ന സാഹചര്യം ഉണ്ടായാൽ CMRL കമ്പനി അടക്കം പ്രതിപട്ടികയിലുള്ളവരുടെ സ്വത്തുകൾ കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് ഇഡിക്ക് കടക്കാൻ കഴിയും. അറസ്റ്റിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ മകളടക്കം അതിവേഗ നീക്കങ്ങൾ മുന്നിൽ കണ്ട് പ്രതിരോധ നീക്കങ്ങൾ എടുത്തു കഴിഞ്ഞു. വീണ തൽക്കാലം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട്. SFIO നടപടികളെ ഡൽഹി ഹൈക്കോടതിയും തടയാത്ത സാഹചര്യത്തിൽ വീണ വിജയന് തുടർന്നുള്ള ദിവസങ്ങൾ ഏറെ നിർണായകമാണ്. ഈ മാസം 21-ന് കേസ് വീണ്ടും ഡൽഹി ഹൈക്കോടതി പരിഗണിക്കും. അതിനു മുമ്പ് തന്നെ വീണയ്ക്കെതിരെ നടപടിയെടുക്കാനുള്ള സാധ്യതയാണ് ഇഡി തേടുന്നത്. ഇതിനു മുമ്പ് ഇഡിക്ക് കുറ്റപത്രം കിട്ടുന്നത് വീണയുടെ അതിവേഗ അറസ്റ്റിന് പോലും കളമൊരുക്കും. ഡൽഹിയിലെ ഉന്നതരുടെ അനുമതി വാങ്ങിയാകും ഇത്തരം നടപടികൾ ഉണ്ടാവുക. മധുരയിൽ CPM പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനായി ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനൊപ്പം വീണയും പോയിരുന്നു. അന്ന് തഞ്ചാവൂരിൽ പോയി ക്ഷേത്ര ദർശനവും നടത്തി. ചില പൂജകളും ചെയ്തുവെന്നാണ് സൂചന. ക്ഷേത്രത്തിന് പുറത്ത് സെൽഫി എടുക്കാനായി വീണ നെറ്റിയിലെ കുറി മാറ്റിയതടക്കം സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായിരുന്നു. ഏതായാലും ഇഡി കേസ് ഉറപ്പാണ്. മുൻകൂർ ജാമ്യം കിട്ടിയില്ലെങ്കിൽ അകത്താകാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ ക്ലിഫ് ഹൗസ് അതീവ ജാഗ്രതയിലാണ്. സാധാരണ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വസതിയിൽ തന്നെയാണ് വീണയുടെ താമസം. തൊട്ടടുത്ത് ഭർത്താവ് റിയാസിന്റെ മന്ത്രി മന്ദിരവും ഉണ്ട്.